വാട്ട്സപ്പ് ഗൈസ്, മൈ നെയിം ഇസ് റോഡി. കുറച്ച് പ്രശ്നമുണ്ട് സൗണ്ടിന്. ഓക്കെ, പ്രശ്നം നമുക്ക് അന്ന് ഷുഗർ കെയിൻ ഫാമൊക്കെ അതിൽ ഒരുപാട് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇപ്രാവശ്യം ചിക്കൻ ഫാം ആക്കാം. അത് ഇതുപോലെ വേറെ ഒരുപാട് ഫാംസ് വേണമെങ്കിൽ ആ ഫാമിൻ്റെ പേര് കമൻറ്റ് ചെയ്യാതാക്കിച്ചത് എനിക്ക് അറിയെങ്കില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ചിക്കൻ ഫാം ആക്കാൻ ആദ്യം വേണ്ടത് ഒരു നോർമൽ ചെസ്റ്റ് വേണം. വേണമെങ്കിൽ ഇപ്പോൾ കോപ്പർ അപ്ഡേഷൻ ആയതുകൊണ്ട് വേണമെങ്കിൽ കോപ്പർ ചെസ്റ്റ് വെച്ചിട്ട് നമുക്ക് കോപ്പർ ഗോൾഡ് വെച്ച് വേറെ ചെസ്റ്റ് വെച്ച് കണക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, അങ്ങനെ ചെയ്യാം. പിന്നെ വേണ്ടത് കോപ്പർ ആദ്യം മെയിനായിട്ട് സാധനങ്ങൾ എടുക്കാം. പിന്നെ ഡിസ്പെൻസർ, സെൻസർ, പിന്നെന്താ വേണ്ടേ, ആദ്യം മെയിൻ ബ്ലോക്ക്സ് എടുക്കാം. എനിക്ക് ഇഷ്ടമുള്ള ഏത് ബ്ലോക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്ലോക്ക് ഇതാണ്. ഇതും പിന്നെ ഇതും. പിന്നെ എനിക്ക് ഇത് വേണമെന്നില്ല, സ്മൂത്ത് സ്റ്റോണാണ് വേണ്ടത്, വൈഫൈ. ഓക്കെ, പിന്നെ വേണ്ടത് ബാക്കിയെല്ലാം പിന്നെ കാണിച്ചുതരാം. അത് നമുക്കിതൊന്നും ചെയ്തിട്ടുണ്ട്, ബാക്കി കാണിച്ചുതരാം. അത് ക്രൗച്ച് ചെയ്തിട്ടൊരു ഏതെങ്കിലും ബ്ലോക്ക് എടുക്കുക. ഇവിടെ ചെസ്റ്റ് വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക് പോയിട്ട് ഇവിടെ ക്രൗച്ച് ചെയ്ത് ഇവിടെ ഹോപ്പർ നോക്കുക. ഇതിൻ്റെ ബാക്കിൽ ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ പവർ ഡിസ്പെൻസർ നമുക്ക് ബൂസ്റ്റ് പീസ് കൂടുതലാണ്, പഠിക്കണ്ട, ചാവാനൊന്നും പോകുന്നില്ല. എന്തായാലും ക്രൗച്ച് ചെയ്ത് ഒരു സ്ലാബ് വെക്കുക. ഇനി നമുക്ക് വേണം ഗ്ലാസ് ബ്ലോക്ക് തന്നെ വേണം. ഗ്ലാസിൻ്റെ സർവൈവൽ വർക്കാവും. ഇത് ഓരോ എഡിഷനിൽ വർക്കാവും. കാരണം ഓരോ എഡിഷനിൽ ഗ്ലാസ് കൊട്ടുന്ന ടെക്സ്ചർ ഉണ്ടാവും. ലാവ ഉള്ളുമ്പോൾ ഈ ലാവേൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ട്. ഇവിടെ നമുക്കിതിൻ്റെ മുകളിലൊരു ഹോപ്പർ നോക്കണം. ഇവിടുന്ന് ഇവിടെ ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ അടിയത്തെ ബ്ലോക്ക് കൊടുത്താൽ ഇവിടെ ഇവിടെ വെക്കാനായില്ല. ചെസ്റ്റിൻ്റെ മുകളിലടുത്ത ബ്ലോക്ക് വെക്കുന്നത്. കാരണം ഗ്ലാസ് ബ്ലോക്ക് ഒരു ഇതായിട്ടുള്ള പോലെയാണ്. അതായത് നമുക്ക് ഗ്ലാസ് ബ്ലോക്ക് വെച്ച ചെസ്റ്റ് എന്നാലും തുറക്കാൻ കഴിയും. മുജാഗിൻ്റെ കഴിവാണ്. ഓക്കെ, മുജാഗ് ഡംബം. ഇതുപോലെ തന്നെ ഫാമാണ് കമൻറ്റ് ചെയ്യും. അത് നമുക്ക് അത് 2 ബ്ലോക്ക് പിന്നെ 1 ബ്ലോക്ക് ഇടാം. പൊട്ടിക്കോ പിന്നെ വെച്ചാൽ നമുക്കിങ്ങനെ ഒരു ക്രൗച്ച് മോഡ് നെക്കി പിടിക്കുന്ന വിധത്തിൽ വെച്ചിട്ടില്ല. അല്ല, ഇത് തെറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വരുന്ന നമുക്ക് ഇങ്ങനെ ബ്ലോക്ക് ഉണ്ട്. നമുക്ക് അപ്പോൾ ഇങ്ങോട്ട് വെച്ച് ക്രൗച്ച് വെച്ചോക്കാം. ക്രൗച്ച് വെക്ക് ഇത് എങ്ങനെ വെച്ചാൽ ഇന്നത്തിന് നല്ല വരുന്നത്. നേരെ വരാനുള്ള സ്ഥലത്ത് കുറവാണ്. ഓക്കെ, വരും. ഇവിടെ കുറച്ച് ബ്ലോക്ക്സ് വെക്കുക. ഡിസ്കോ ഒരു ആയിട്ടുണ്ട്. നമുക്ക് ബാക്കി ജോലി തുടങ്ങാം. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇവിടെ ലാവ വയ്ക്കണം. ലാവ നല്ല സാധനം ഒരുമിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവുന്നുണ്ട് ഏതെല്ലാം എടുക്കേണ്ടത്. ലാവ എടുക്കുക. ഇതിന് മുകളിൽ ഗ്ലാസ് വെച്ച് കൂട്ടുക. ഇതിനെ ബ്ലോക്ക് ചെയ്യല്ലേ, അതിന് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, നമുക്കതിനെ കൂട്ടറ എന്നിട്ട് റെഡി സ്റ്റോൺ കമ്പറേറ്റർ എനിക്ക് തന്നെ വായിക്കാൻ മനസ്സിലാവുന്നില്ല. ഇതിലുള്ള പേരിട്ടിട്ട് ഇത് ഇടണം തോന്നുന്നു. എന്നിട്ട് അടിയിൽ ഒരു ഇത് വെക്കുക. വെക്കേണ്ട മറന്നല്ല. രജിസ്റ്റർ ഞാൻ തന്നെ മറന്നുപോയി വെക്കേണ്ടതില്ല. ഇത് ഓഫാക്കിയ തോന്നുന്നു. വേണ്ട, സോറി, ക്രൗച്ച് ചെയ്യണം. സർവൈവലാക്കുന്നതിനും കൂടെ സുഖം. പേരിലാക്കാൻ ഒരു രസമില്ല. ഇവിടെ എക്സ്ട്രാ ബ്ലോക്സ് പൊട്ടിച്ചോളാം ഗ്ലാസിൻ്റെ.
സിലിക് ടച്ചിൻ്റെ പിക്കാക്സ് ചൂട്ടിച്ചോളാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് പോയി 2 ബ്ലോക്കിൻ്റെ മുകളിലുള്ളൂ, ചെറു ബ്ലോക്കിൻ്റെ മുകളിലുള്ള ഇവിടെ അടുത്തേക്ക്. പിന്നെ ഇത് സർവൈവലൊക്കെ കുറച്ച് പണിയുണ്ട് എന്ന് വെച്ചാൽ ഇതിൽ 2-3 കോയിനെ കൊണ്ടുവരണം, എന്നിട്ട് അതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കണം. ഇങ്ങനെ വർക്കാവാം. നമുക്ക് കോയിനെ കൊണ്ടുതരാം. ഈ ഒരു വേൾഡ് നമുക്ക് എക്സ്പെരിമെൻറ്റ് വേൾഡാക്കാം. വേണ്ട, സിസ്റ്റം പൊട്ടും. ഇനി ഇവർ മുട്ടിയിടും. അവിടെ അത് ശരിയായിട്ടില്ലേ? സോറി ബ്രോ. നിങ്ങൾക്ക് ഇവിടെ ഈ 2 ബ്ലോക്ക് കൊടുക്കുക. ഇതെന്തെന്ന് വെച്ചാൽ ഈ ടൈറ്റൻ പിടിച്ചേക്കാം. എന്നിട്ട് ട്രാപ്പ് ഡോർ അല്ലേ, ഇത് ചാൻസ് വളരെ കുറവാണ് വർക്കാവാൻ. എനിക്ക് ഇതിൻ്റെ എന്തോ മിസ്റ്റേക്ക് പോയി തോന്നുന്നുണ്ട്. ചെറിയ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, നമുക്കൊരു മുകളിൽ എഗ്ഗിട്ട് നോക്കാം. ഇഷ്ട ബോക്സ് ഇത് വേണേൽ പൊട്ടിച്ചാലോ, പക്ഷെ പൊട്ടിക്കണ്ട, ചിക്കൻ പുറത്തേക്ക് ഓടും. നമുക്ക് ഇത് വേണേൽ പൊട്ടിച്ചാലേ, എയർമിലേക്ക് നിർത്തിയിരുന്നോളൂ, പൊടിക്കണ്ട. മുട്ട ഇത് പൊടിക്കാം, ഇത് പുറത്തേക്ക് വരും, ചിക്കൻ തന്തൂരി ആവും, ചിക്കൻ ചില്ലി ആവും. എനിക്ക് ഇങ്ങനെയല്ല വെക്കേണ്ടത് തോന്നുന്നത്. നമുക്ക് പ്രശ്നമുണ്ടോ നമുക്ക് നോക്കണം. കുറച്ച് എഗ്ഗ് ഇട്ട് വെക്കാം. വാരി ഇടാൻ ഇടലില്ല. അതുപോലെ മിനിമം 2 എഗ്ഗ് മിനിമം ഇടും. അവിടെ 2 എഗ്ഗ്, ഒരു എഗ്ഗ് വെച്ച് കാര്യമില്ല. ഒന്ന് ഡിസ്പെൻസറിലേക്ക് വന്നു. ഡിസ്പെൻസർ യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോൾ പ്രശ്നമുണ്ട്. നമുക്ക് തോന്നുന്നത് ഇങ്ങനെയല്ല വെക്കണ്ടേ. ഔട്ടിനാണ് വെച്ചത്. കംപ്രേറ്റർ ഔട്ടിനാവുന്നു. ഫയർ ചെയ്ത് പോയി. ചില്ലി ചിക്കൻ പുറത്തേക്ക് വന്നു. ഈ ചില്ലി ചിക്കൻ ഇപ്പം കത്തൂല. ഈ ചില്ലി ചിക്കൻ വലുതായാലും കത്തൂല. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വർക്കിങ് കുറച്ച് ഓട്ടോമാറ്റിക്കായത്. പക്ഷെ നമുക്കെന്നത് വേഗം ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസ്പെൻസറിൽ കോയിൻ്റെ ഫുഡ് വെച്ചിട്ട് ലിവർ വെക്കാം. അകത്തേക്ക് പോടാ അവിടെ പോടാ. ഇത് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഇത് കോഴി വലുതാകുമ്പോൾ അത് കട്ടേ ഇത് ഇവിടെ ഇതിൻ്റെ ഇടക്ക് വേറെ എന്തെല്ലോ ആയി. ഇത് കട്ട് ചെയ്യേണ്ടി വരും. നിങ്ങളെ കാണൂല, കട്ട് ചെയ്യുന്നു. അത് വിടും. ഓക്കെ, എന്നാൽ ഇതിന് മിസ്റ്റേക്ക് ഇത് കംപ്രട്ടർ പല ഈ റെഡിസ്റ്റോൺ വർക്ക് പണ്ടേ ഇഷ്ടമല്ല, പക്ഷെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കൂടി ചില പോയി പുറത്തേക്ക് ഓടും. എന്ത് ചെയ്യാ? അവിടെ കൺട്രോൾ മാറ്റിയ സുഖമായിട്ട് ചെയ്യാവുന്നു. ഒന്ന് കൺട്രോൾ മാറ്റത്ത്. പിന്നെ ക്യാരക്ടർ സ്റ്റീവാ. ഇപ്പം സ്റ്റീവായേ ഇപ്പം സ്റ്റീവായ. എൻ്റെ ക്യാരക്ടർ സ്റ്റീവ് അല്ലല്ല, ക്ലിപ്പർ ഫേസ് ആണല്ലോ. കൺട്രോൾ മാറ്റില്ല. എങ്ങനെയാണ് ടച്ചിൽ ഇത് ഈ കൺട്രോൾ ഇടാം. ഇതൊക്കെ ഇഷ്ടമല്ല. കണ്ണൽ ഇടേണ്ടി വരും. ഞാൻ വീണ്ടും നോർമലാക്കും. കാരണം ചിക്കൻ ഫാമൊക്കെ എനിക്ക് കൺട്രോൾ വേണ്ടി വരും. ഓക്കെ, ശരിയായി. വീണ്ടും കൊളായി. ഇപ്പുറത്തെ സൈഡ് ഓക്കെ, ശരിയായിട്ടുണ്ട്. കൺട്രോൾ അതെനിക്ക് ഇതാ ഇഷ്ടമല്ല. ഇത് പൊട്ടിക്കുമ്പോൾ അയാൾ വേറെ എന്ത് പൊടിച്ചു. അതുകൊണ്ടാണ് ഞാൻ മറ്റേ കൺട്രോൾ സ്വിച്ച് കൺട്രോൾ അടിക്കുന്നത്. കസ്റ്റമൈസ് ചെയ്യാതില്ലെങ്കിൽ അതിന് ഈ നമ്മൾ കൺട്രോൾ മാറ്റിയത് ഈ സ്വിച്ച് ഇല്ലേ, കസ്റ്റമൈസ് കൺട്രോൾ ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. കൺട്രോൾ മിനിറ്റ്
ഓക്കെ 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 ഓക്കെ. ഇനി ഞാൻ നോക്കിയിട്ടല്ല ആക്കും, ഒറ്റക്കാക്കുന്നു. കാരണം ഒറ്റക്കില്ല ഫാമ്. ഏകദേശം ഒരു 2 മിനിറ്റ് ഫീഡ് മുട്ട കൊണ്ടിട്ട് നോക്കുന്നു. അവിടെ ഈ കോഴികളടുത്ത് ഫ്രൈ ആക്കണം. സീറോ ഒറ്റയ്ക്ക് മുന്നിൽ ചോരയാക്കും. ഇപ്പം ശരിയായിട്ടുണ്ട് ഫാമ്. നമുക്ക് ഈ മുട്ട ഇട്ട് നോക്കാം. ഇത് മുട്ട ആ സീഡെടുത്ത് ഞാൻ കളഞ്ഞു. ദേഷ്യപ്പെടരുത്. ദേഷ്യം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത് ഏത് മുട്ട? ബ്രൗൺ എഗ്. ബ്രൗൺ വേണ്ട, ഈ ചിക്കൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതൊക്കെ ചാൻസ് കൂടിയ 1 മിനിറ്റിൽ ഒരു എഗ്ഗ് ഇത് പൊട്ടി എറിയാന്നായിരുന്നു വിടുക. അത് ഒരു എഗ്ഗ് പോട്ടെ. ഫയർ ചെയ്താ ചിക്കൻ ഫയർ ചെയ്താ എന്താ ഫയർ ആവാത്ത? എന്തോ ഒരു പ്രശ്നമുണ്ട് ഇതിന്. നോക്കി എന്നാ പ്രശ്നം എന്താ ഇതിൻ്റെ നാക്കിൻ്റെ? എന്നൊക്കെ ഒന്ന് ഇതിൻ്റെ ഫേസ് ഇങ്ങനെ അല്ലേക്കുണ്ടായിരുന്നു. പൊട്ടിക്ക് ഇങ്ങനെ. ഇപ്പം കയമ്പിളിറ്റി. എടേ ഞാൻ തലകുത്തിന് വെച്ചേ. ചീച്ചി ബ്രോ ചേച്ചി. ഇങ്ങോട്ട് അമ്പട ശരിയായി. ഓക്കെ, നമുക്ക് അത് ഇൻവെൻറ്ററി ഓപ്പൺ ചെയ്യും. ഈ വേസ്റ്റ് ഐറ്റംസ് എടുത്ത് കളാം. ഇത് വേസ്റ്റ് ആയിരുന്നു, കുറച്ച് സമയത്തേക്ക്. ഇത് വേസ്റ്റാന്ന് വെച്ചിട്ട് നിങ്ങളുടെ ഇത് കാണണം. നിങ്ങൾക്ക് ആവശ്യം വരും. ഇത് ഫുൾ എടുക്കുന്നതിനോക്കാം. ഓക്കെ, ഒരഗ്ഗിനകത്തുണ്ട്, പിടിക്കണ്ട. എന്തായാലും വേറെ റെഡിയായിരുന്നു. ഒരു കോഴി മുട്ടിയിട്ട് ബ്രൗൺ ആക്കല്ല. ഈ ബ്രൗൺ ആക്കി ഇൻവെൻറ്ററി കളിച്ചല്ലേ. എനിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. ഓക്കെ, ഇത് എഗ്ഗ് ഷൂട്ട് ചെയ്യുന്നുണ്ട് തോന്നുന്നു. അതെന്താ ഈ പ്രശ്നം എന്തോ ഉണ്ട് കേട്ടാ. എന്താ പ്രശ്നം എന്താ? അത് ഇത് ഇങ്ങനെയല്ല വെക്കണ്ട തോന്നുന്നു. ഈ കമ്പറേറ്ററിൻ്റെ തല, ഈ കമ്പറേറ്റർ എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല. ഇങ്ങനത്തെ റെഡ് സ്റ്റോൺ വർക്ക് ഭയങ്കര ടഫാണ്. മുകളിലേക്ക് പോവാ. ആയി ഏറ്റവും എന്താ ഐറ്റം? ഇന്നത്തെ സംഭവം ക്രൗച്ച് ചെയ്യുന്നത്. ചിക്കൻ പോയി, ഈ മുട്ട പോകും. നമ്മൾ മുട്ടിയിട്ടോണ്ട് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് ഓണായി. ഇത് സ്വിച്ച് ഓഫ് ആക്ക്. ശരിയായി. ഇപ്പം നമുക്ക് ഒരു മുട്ട വരും. മുട്ട വരുമ്പോൾ മുട്ട ഒച്ച ഇതാ പറയുന്നത്. ഡിസ്പെൻസർ ഫയർ ചെയ്യും. അതാ ഓക്കെ ആയിട്ടുണ്ട്, വർക്കായിട്ടുണ്ട്. വർക്കാവുന്നില്ലേ? വർക്കാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. നമുക്ക് ഡിസ്പെൻസറിനൊരു വയർ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഫാം ആക്കാവുന്നു കേട്ടോ. എനിക്ക് ഭ്രാന്താവുന്നുണ്ട്, ഇത് വർക്കാവുന്നില്ല ഡിസ്പെൻസർ. നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഒരു വയർ ഇവിടെ വെച്ചിട്ട്, അയ്യോ പോയി. നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചു നല്ലതാണ്. അല്ല വേണ്ട, ഈ വയർ നേരത്തെ കണക്ട് ചെയ്യാതെ നല്ല പോകും. ഓക്കെ, ഇതെൻ്റെ ഇഷ്ടത്തിന് ഫാം ആക്കുന്നു. എനിക്ക് ഓട്ടോമാറ്റിക് തന്നെ ഇപ്പോൾ. ഇങ്ങനെ നിൽക്കുന്ന അതായത് ശരിയാവില്ല. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ. ഓക്കെ റെഡി. എക്കടാ കോഴി. സിറ്റ് മായ്പ് എന്ന് മായ്പ് ഒരെണ്ണം ലില്ലു വെച്ച്. വേറെ മുട്ടയൊന്നും കാണുന്നില്ല അവിടെ. ഈ 2 മുട്ടയുണ്ട്. ഇത്ര ഒന്നും ഫയറാവുന്നില്ലേ? ഇതൊക്കെ പവർ വരുന്നതാണെന്നുണ്ട്, പക്ഷെ ഫയറാവുന്നില്ല. എൻ്റെ പൊന്നു, ഞാൻ വീണ്ടും തെറ്റ് ചെയ്തടാ.
ഫയർ ആവുന്നുണ്ട്, പക്ഷെ പുറത്തേക്ക് മുട്ട വരുന്നില്ല. നോക്കിയേ, കോഴി ഇടക്കാടിക്ക് മുട്ടയിടും, പക്ഷെ മുട്ട ഓടുന്നില്ല. അടേ ഞാൻ തലകുത്തനെ വെച്ചിട്ടില്ലേ. ഇവിടെ എന്തൊരു അവസ്ഥയാണ് ഇത്. സോറി ഗൈസ്, ഭയങ്കര ടഫാണ്. എനിക്ക് റെഡിസ്റ്റോൺ വർക്ക് അറിയില്ല ശരിക്കും. വല്ലാതെ ഇതൊരു അവസ്ഥ നോക്കിയേ. നിങ്ങൾ കഴിക്കാൻ അറിയാം ഇങ്ങനത്തെ ഫാമാക്കാൻ. വലിയ മഹാന്മാരാണ് എല്ലാവർക്കും എന്തൊരു പരിപാടി ആക്കുന്ന മോന്മാരല്ലേ. ഇവന്മാർക്കറിയാം എങ്ങനെയാണ് നോക്കുന്നത്. ദേഷ്യം വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. ദേഷ്യം ആരോഗ്യത്തിന് ഹാനികരമാണ്. ചവിട്ടി തന്നെ സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ദേഷ്യപ്പെടരുത്. മുട്ട എടുക്കുന്നുണ്ട്. അടി ചങ്ങ ഇടക്കിടയ്ക്ക് മുട്ട ഇടുന്നു. നിങ്ങൾ എത്തുന്ന പരിപാടി കോഴി ഒരിക്കലും മുട്ട. നിങ്ങൾ എത്തുന്ന പരിപാടി ആണും കോഴി പറയുന്നില്ല. ഓക്കെ, വർക്കാവുന്നുണ്ട്. ഓക്കെ ഈ ഫാം വർക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതടാ. ഓക്കെ ഡൺ. ഓക്കെ, ഫാം വർക്കാവുന്നുണ്ട്. ഇപ്പം ഏതൊക്കെ ചിക്കൻ വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ചിക്കീസ് കണ്ടോ, ഇതിലും ഓട്ടോമാറ്റിക്കായിട്ട് വലുതാവും. നോക്കുവാണെങ്കിൽ ഇതിൻ്റെ സീരിയസ് ലിവർ വെച്ച് നോക്കിയാലോ. കോഴീനെ മുട്ട വെച്ചറിയാം. ബുദ്ധി പറഞ്ഞാടെ, ഇങ്ങനെയൊന്നും കുറുകൊക്കെ കാണിക്കാൻ പാടില്ല. ചിക്കൻ തന്തൂരി മാത്രമേ ആക്കൂലൂ. ബുദ്ധി പറഞ്ഞു. തീരെ സീഡ് വെച്ച് കയറ്റിയാലോ. ബ്രീഡ് ചെയ്യാൻ കഴിയും സീഡ് വെച്ച്. ഞാൻ സീഡിനൊക്കെ കിട്ടിയേ. തിന്നുന്നുണ്ട്. ചിക്കൻ തിന്നുന്നത് പോയി. മാറിപ്പോയതാ ഓടി പറഞ്ഞത്. ഓക്കെ, നമുക്ക് നോക്കാത്ത തോന്നുന്നു. ടൈമിലൊക്കെ അല്ല. ഇങ്ങോട്ട് നോക്കി. ചിക്കൻ പുറത്തേക്ക് കയറി. ചിക്കൻ ചില്ലി ചിക്കൻ. ഇത് പാടില്ല ശരിക്കും. ഒരു വയറ് ഓണാവുന്നുണ്ട് ചെറുതായിട്ട്. ചിക്കൻ ചില്ലി ചിക്കൻ, മട്ടൻ ചിക്കൻ, ചില്ലി ചിക്കൻ. അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് മട്ടൻ ഫാം ആക്കി കാണിച്ചതാ. എന്താടാ നോക്കുന്നത്? അടുത്ത പ്രാവശ്യം മട്ടനാവാനില്ല കേട്ടാ. പിന്നെ വൂൾ ഫാം ആക്കിത്തരാ. ഇത് ഇപ്പോഴത്തെ ബ്ലിച്ചിൻ്റെ കോപ്പർ ഗോളം. ഓക്കെ, നമ്മൾ ഫാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ആക്കിക്കോ. വീട്ടിൽ പോയി കുറച്ച് സമയം എടുക്കുന്നേ ഇല്ലു. കുറച്ച് ഇതുണ്ടോ. ഓക്കെ, ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്ര മാത്രം മതി. നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് ചെറിയ സംഭവം നോക്കിക്കാം. ഇവരെടുക്ക് മറ ഇല്ല അല്ലേ. എന്തായേ സംഭവം നോക്കിയിട്ട് വരക്കാം. 1 2 3 1 2 ടണ. ഇതെന്തായേ വരണ്ടല്ലോ ഇവിടെ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമായി. ഇത് കട്ട് ചെയ്തേക്കാം. ഓക്കെ, ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യ്. ഓക്കെ.